വെൽക്കം ടു ഇലക്ട്രിക്കൽ എഡ്യൂസോൺ. അപ്പോൾ നിങ്ങൾ തമ്പനയിൽ കണ്ട പോലെ PSന്റെ ലേറ്റസ്റ്റ് ആയിട്ട് കുറച്ച് നോട്ടിഫിക്കേഷൻസ് ഇറക്കിയിട്ടുണ്ട്. അത് ഏതൊക്കെയാണെന്നില്ലായിരുന്നു നമുക്ക് വൺ ബൈ വൺ ആയിട്ട് നമുക്ക് നോക്കാം. അപ്പൊ അതിൽ ഏറ്റവും ഉള്ളത് ഓപ്പറേറ്റർ ആണ് കേരള വാട്ടർ അതോറിറ്റിയിൽ. ഓക്കെ, ഇത് കേരള വാട്ടർ അതോറിറ്റി കമ്പ്യൂട്ടർ ഓപ്പറേറ്റർ ബാർ അനലിസ്റ്റ് ആണ്. ആ, ഇതിലിപ്പം ക്വാളിഫിക്കേഷൻ വന്നിട്ടുള്ളത് ബാച്ചിലേഴ്സ് ഡിഗ്രി ആണ്. പിന്നെ അത് കൂടാണ്ട് ഇവിടെ PGDCA ഫ്രം എൻ ഇൻസ്റ്റിറ്റ്യൂട്ട് റെക്കഗ്നൈസ്ഡ് ബൈ ഗവൺമെന്റ് ഓഫ് കേരള, ഗവൺമെന്റ് ഓഫ് ഇന്ത്യ എന്ന് പറയുന്നുണ്ട്. അത് രണ്ടുമാണ് ഇതിന്റെ ക്വാളിഫിക്കേഷൻ. ഓക്കെ, നമുക്ക് രണ്ടാമത്തെ ഓപ്പറേറ്ററിലേക്ക് പോവാം. ഓക്കെ, 195/2024. ഇത് PSC എല്ലാവരോടും എന്താ പറയണ്ടേ, ജസ്റ്റ് ഒരു വരും എന്ന് പറഞ്ഞതാണ്. പക്ഷെ ഇതിപ്പം ബേസിക്കലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഓൺലി ഫോർ ഇൻ സർവീസ് പേഴ്സണൽ വർക്കിംഗ് ഇൻ ലോവർ കാറ്റഗറീസ് ഇൻ കേരള വാട്ടർ അതോറിറ്റിയിൽ ഓൾറെഡി എന്ത് ചെയ്യാം, വർക്ക് ചെയ്യുന്നവർക്ക് മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഇത് ഇവിടെ അപ്ലൈ ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവുള്ളൂ. അല്ലാതെ ജനറൽ റിക്രൂട്ട്മെന്റ് അല്ല. നമ്മൾ കമ്മീഷൻ ഡിസിഷൻ നോക്കി കഴിഞ്ഞാൽ മുതൽ ഓപ്പറേറ്റർ കേരള വാട്ടർ അതോറിറ്റി എന്ന രീതിയിലാണ് പറഞ്ഞേക്കുന്നത്. അതുകൊണ്ടാണ് തോന്നുന്നത് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ടുകാരും എന്ത് ചെയ്യാം, അതിന്റെ വീഡിയോസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അത് PSCയുടെ സൈഡിൽ നിന്നാണെന്നുണ്ടെങ്കിൽ അതിന്റെ ബ്രാക്കറ്റ് ഇതേപോലെ ഇൻ സർവീസ് പേഴ്സൺ വർക്കിംഗ് ലോവർ കാറ്റഗറീസ് കേരള വാട്ടർ അതോറിറ്റി അവർക്ക് വേണ്ടി മാത്രമാണ് എല്ലാവരും ആ കമ്മീഷൻ ഡിസിഷനിൽ തന്നെ പറയാറുണ്ട്. പക്ഷെ ഇപ്രാവശ്യം അത് പറഞ്ഞിട്ടില്ല. അതുകൊണ്ടാണ് എല്ലാ ഇൻസ്റ്റിറ്റ്യൂട്ട് എല്ലാവരും എന്ത് ചെയ്യാം, അതിന്റെ വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 27,200 തൊട്ട് 73,600 വരെയാണ് 12 വേക്കൻസിയാണ് ഉള്ളത്. ഓക്കെ, 18 തൊട്ട് 50 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഓക്കെ, ക്വാളിഫിക്കേഷൻ പോലെ NTC ആണ്. MMB ആവാം, ഇലക്ട്രിക്കൽ ആവാം, ഇലക്ട്രീഷ്യൻ ആവാം, മെക്കാനിക്കൽ ആവാം. ഓക്കെ, പിന്നെയുള്ളത് ഇലക്ട്രീഷ്യന്റെ ഒരു നോട്ടിഫിക്കേഷൻ ഇറങ്ങിയിട്ടുണ്ട്. ഇതിന്റെ നമ്മൾ ഒരു വീഡിയോ മുന്നേ നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ? ഓക്കെ, മുന്നേ അതിന്റെ കൂടുതൽ ഡീറ്റെയിൽസ് കഴിഞ്ഞ വർഷത്തെ റാങ്ക് ലിസ്റ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. 197/2024 കാറ്റഗറി നമ്പർ വന്നുള്ളത് ഫാർമസ്യൂട്ടിക്കൽ കോർപ്പറേഷൻ, ഇന്ത്യൻ മെഡിസിൻ കേരള ലിമിറ്റഡ്. ഇലക്ട്രീഷ്യൻ 23,700 തൊട്ട് 52,600 വരെയാണ് സ്കെയിൽ ഓഫ് പേ വന്നുള്ള ഒരു വേക്കൻസിയാണ് അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇതിന്റെ ഈക്വൽ ക്വാളിഫിക്കേഷനിലേക്ക് പോവാം. ഏജ് ലിമിറ്റ് പറഞ്ഞാൽ 18 തൊട്ട് 36 വയസ്സ് വരെയാണ് ഏജ് ലിമിറ്റ് ഉള്ളത്. ഈക്വൽ ക്വാളിഫിക്കേഷൻ പറഞ്ഞാൽ പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ട്, അതേപോലെ BTech, BE, BTech എല്ലാം ഉണ്ട്. ഓക്കെ, ഈക്വൽ ക്വാളിഫിക്കേഷൻ. അപ്പോൾ ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് വന്നിട്ടുള്ളത് 14/8/2024 ഓക്കെ, 14/8/2024 രാത്രി 12 മണി വരെയാണ് ഇതിന്റെ ലാസ്റ്റ് ഡേറ്റ് ഉള്ളത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോ നമുക്ക് പറയാനുള്ളത്. പിന്നെ ഒരു മെറ്റീരിയൽസ് മാനേജർ ഉണ്ട്. ഇതെന്ത് എക്സ്പീരിയൻസ് ഉള്ള പോസ്റ്റ് ആണ്, അതായത് 5 വർഷം ക്വാളിഫിക്കേഷൻ, BTech മെക്കാനിക്കൽ ഇലക്ട്രിക്കൽ വിത്ത് 5 years എക്സ്പീരിയൻസ് റെലവന്റ് ഫീൽഡ് ഇൻ ദി റെപ്യൂട്ടഡ് ഓർഗനൈസേഷൻ. ഓക്കെ, കോയർ റബ്ബർ പ്രോസസിംഗ് ഇൻഡസ്ട്രിയിൽ. കാറ്റഗറി നമ്പർ വന്നിട്ട് 198/2024 കേരള സ്റ്റേറ്റ് കോഓപ്പറേറ്റീവ് കോയർ മാർക്കറ്റിംഗ് ഫെഡറേഷൻ ലിമിറ്റഡ്. മെറ്റീരിയൽസ് മാനേജർ 21,100 തൊട്ട് 45,800 വരെയാണ് സ്കെയിൽ ഓഫ് പേ. അറ്റ് ദ ടൈം ഓഫ് നോട്ടിഫിക്കേഷൻ ഒരു വേക്കൻസി ആണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഇത് മാത്രമാണ് ഈ ഇലക്ട്രിക്കൽ കേസിന് മെയിൻ ആയിട്ട് വന്ന നോട്ടിഫിക്കേഷൻ. അപ്പോൾ ഈ വീഡിയോ നമുക്ക് വൈൻഡപ്പ് ചെയ്യാം. ഓക്കെ, താങ്ക് യു.